ഹായ് മക്കളെ, അനുമോദ് സാറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട 5 ചാപ്റ്റേഴ്സ്. ആ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് കംപ്ലീറ്റ് നമ്മൾ ഇന്ന് പഠിച്ചെടുക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ എല്ലാ ഇക്വേഷൻസും, അതായത് നമ്മുടെ ട്രിഗ്നോമെട്രി, കോർഡിനേറ്റ്സ്, ടാൻജൻസ്, അതേപോലെ തന്നെ പോളിനോമിയൽസ്, സർക്കിൾ ആൻഡ് ലൈൻസ് എന്ന് പറയുന്ന ഈ 5 ചാപ്റ്ററിൻ്റെയും ഈ 5 ചാപ്റ്ററിലും നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇക്വേഷൻസും അത് വരുന്ന രീതിയും നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ന് കംപ്ലീറ്റ് ആയി നമ്മുടെ ക്ലാസ്സിൽ പറയുന്നു. ഓക്കെ, അതാണ് മക്കളെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട, ഇക്വേഷൻസിന് പേടിക്കണ്ട. ഓക്കെ, MS സൊല്യൂഷൻ ഉണ്ട്, ഇനി നമുക്ക് വേറൊരു സൊല്യൂഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാ സൊല്യൂഷൻസും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു മക്കളെ, ചർച്ച ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിൽ പ്രധാനപ്പെട്ട ചാപ്റ്റർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് ക്രിസ്മസ് എക്സാമിന് വരുന്നതിൽ ആദ്യത്തേത് എന്ന് പറയുന്നത് മക്കളെ ഏതാണ്? അത് ട്രിഗ്നോമെട്രി ആണ്, ത്രികോണമിതിയാണ്. അപ്പോൾ ത്രികോണമിതിയിൽ നമുക്ക് കുറേ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് അവിടെ 2 ട്രയാങ്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം പറയുന്നത്. 2 ട്രയാങ്കിൾസ്, അതായത് നമ്മളിവിടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്, അംശബന്ധമാണ്. റേഷ്യോ ആണ്, ഏതാണ്? അംശബന്ധമാണ്. ഈ അംശബന്ധം പറയുന്നത് 2 ട്രയാങ്കിളിനെയാണ്. 2 ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി 45 ഡിഗ്രി 45 ഡിഗ്രി വരുന്ന ട്രയാങ്കിളും, മറ്റൊന്ന് 90 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി വരുന്ന മറ്റൊരു ട്രയാങ്കിളും. ഇത്തരത്തിലുള്ള 2 ത്രികോണങ്ങളെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇതിൽ 45 45 90 ആണെങ്കിൽ അതിൻ്റെ അംശബന്ധം 1:1:√2. പഠിച്ചോ? ഒന്നാമത്തെ കാര്യം, നമുക്ക് കിട്ടുന്ന മട്ട ത്രികോണം, അതായത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾഡാ 45 45 90 ആണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2 ആയിരിക്കും. ഇനി ഇതേപോലെ 30 90 60 ആണെങ്കിൽ 1:√3:2. 30 60 90 ആണെങ്കിൽ 1:√3:2. രണ്ടാമത്തെ ഇക്വേഷൻ. ആദ്യം നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് 45 45 90, മറ്റൊന്ന് 30 60 90. ഇത് വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 45 45 90 ആണെങ്കിൽ 1:1:√2, മറ്റത് 1:√3:2. രണ്ടെണ്ണം കൃത്യമായിട്ട് പഠിക്കണം. ഇത് വെച്ചിട്ട് 3 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്കിനോ ഉള്ള ചോദ്യം നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ ഉറപ്പാണ്. ഓക്കെ, ഇനി രണ്ടാമത്തത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്താണ് സൈൻ, എന്താണ് കോസ്, എന്താണ് ടാൻ എന്നതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു സൈഡ്, ആ ആംഗിളാണ് നമ്മൾ ബേസ് ചെയ്യുന്നതെങ്കിൽ ആംഗിളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് എന്തായിരിക്കും? ഇത് കർണമാണ്, ഇത് ഹൈപ്പോട്ടിനിയസ് ആണ്. താഴെ വരുന്നത് അതിൻ്റെ എതിർവശമാണ്, ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡാണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സമീപവശമാണ്. അങ്ങനെയാണെങ്കിൽ സൈന് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, സൈന് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനിയസ്. O/H അല്ലെങ്കിൽ ഓപ്പോ ബൈ ഹൈപ്പോ എന്ന് പഠിച്ചാൽ മതി. ഓപ്പോ ബൈ ഹൈപ്പോ, അതായത് എതിർവശം ബൈ കർണം. ഇതാണ് സൈൻ. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപവശം ബൈ കർണം അല്ലെങ്കിൽ അഡ്ജസെന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ്. അഡ്ജ ബൈ ഹൈപ്പോ. ഇതിനെ നമ്മൾ സമീപവശം ബൈ എന്ത് എന്ന് പറയടാ? കർണം എന്ന് പറയും. സമീപവശം ബൈ കർണം. ഇനി അടുത്തത് ടാൻ ആണ്. ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശം ഓപ്പോ ബൈ അഡ്ജസെന്റ്. എതിർവശം ബൈ സമീപവശം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താണെടാ? ടാൻ ആണ്. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ്. ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ള രണ്ടാമത്തെ കാര്യം. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സൈന് കോസ് ടാന് എന്താണ് എന്നാണ്. സൈന് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈന് എന്ന് പറഞ്ഞാൽ ഓപ്പോ ബൈ ഹൈപ്പോ, എതിർവശം ബൈ കർണം. കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസെന്റ് ബൈ ഹൈപ്പോ, സമീപവശം ബൈ കർണം.
ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോ ബൈ അഡ്ജ. ഓപ്പോ ബൈ അഡ്ജ എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശം. പ്രശ്നമുണ്ടോ? ഇനി സൈനും കോസും കൂടി ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ കിട്ടും. ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ ഈ സാധനം ചോദിക്കാം. ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ട് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ഈക്വൽ ടു ടാൻ എക്സ് എന്ന് തെളിയിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യടാ നമ്മുടെ പരീക്ഷയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കൺസെപ്റ്റ്. മൂന്നാമത്തെ ഇക്വേഷൻ വരുന്ന ഭാഗം എന്ന് പറയുന്നത് സർക്കിൾ ആൻഡ് ട്രയാംഗിൾ എന്നുള്ളതാണ്. സർക്കിൾ ആൻഡ് ട്രയാംഗിൾ. വൃത്തവും ത്രികോണവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കണം. 3 സർക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തേടാ നോക്കിക്കോ, ഈ ട്രയാംഗിൾ നോക്കാം. ഏത് ട്രയാംഗിള്? നമുക്ക് കിട്ടിയ ഈ നടുവിലുള്ള ട്രയാംഗിൾ നോക്കാം. ഈ നടുവിലുള്ള ട്രയാംഗിളിൽ എ ബി എന്ന് പറയുന്നത് കോഡാണ്, ഞാനാണ്. എ ബി എന്ന് പറയുന്നത് ഞാനാണ്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ സി ആണ്. കേന്ദ്രകോൺ സി ആണ്. അങ്ങനെയാണെങ്കിൽ ആ എ ബി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2r sin c/2. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ജനറലൈസ് ചെയ്തുകൊണ്ട് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ്. ഇനി അതേപോലെ അതിനെ എങ്ങനെയാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നോക്കിക്കോളെ, ഇവിടെ നമുക്ക് 3-4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ ABC എന്നെടുക്കുന്നു. അതേപോലെ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഞാൻ സ്മോൾ എ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്ന സൈഡ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 2r sin a ആണ്. 2r sin a ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണോ ത്രികോണാണ് വരുന്നതെങ്കിൽ ഏത് സൈഡാണോ നിങ്ങളോട് ചോദിക്കുന്നത് ആ സൈഡിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ആംഗിൾ ഉണ്ടടാ, ആ ആംഗിൾ എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ A ഈക്വൽ ടു എങ്ങനെ വരും? 2r sin a. ഇനിയിപ്പോൾ ബിക്ക് നേരെ ഓപ്പോസിറ്റ് സ്മോൾ ബി ആണെങ്കിൽ അവിടെ വരുന്ന ഇക്വേഷൻ 2r sin b എന്നായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടെത്തേണ്ട 2 ആൾക്കാരുണ്ട്, 2rഉം r-ഉം. 2r എന്ന് പറഞ്ഞാൽ എന്താ? 2r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിവൃത്ത വ്യാസം, സർക്കം ഡയമീറ്റർ. അതാണെടാ 2r. ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. സർക്കം ഡയമീറ്റർ ചോദിക്കാൻ പറഞ്ഞാൽ 2r ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെ മാറി a ബൈ സൈൻ എ എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ നീളം, ലെങ്ത് ഓഫ് കോഡ്, അതായത് ഞാണിൻ്റെ നീളം, ബൈ സൈൻ എ എന്ന് പറഞ്ഞാൽ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. അങ്ങനെ ആംഗിൾ എടുക്കാം കേട്ടോ. നേരെ എതിരെ വരുന്ന ആംഗിൾ ഏതാണോ അത് മാത്രമേ എടുക്കാവൂ. ഇനി r എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, r എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 ഇങ്ങോട്ടും വന്നാൽ മതി. അപ്പോൾ a/2 സൈൻ എ. r എന്ന് പറഞ്ഞാൽ എന്താണെടാ? പരിവൃത്ത ആരമാണ്. സർക്കം റേഡിയസ്. ഇതാണ് നമുക്ക് രണ്ടാമത്തെ കേസ്. ഇത് മക്കൾ നല്ലോണം പഠിക്കണം എന്തായാലും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരിക. ഇങ്ങനെ ട്രയാങ്കിൾ തന്നുകൊണ്ടാണ് എന്തായാലും പരീക്ഷയ്ക്ക് വരിക. ഇനി ഇവിടെ തന്നെ നമുക്ക് പഠിക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കോ, ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ തന്നിട്ട് നോക്കിക്കോ, ഇങ്ങനെ താഴെയാണ് നമ്മുടെ ആംഗിൾ വരുന്നതെന്ന് വെച്ചോ. താഴെ ഇവിടെ ഇങ്ങനെ എക്സ് എന്ന് പറഞ്ഞൊരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണേണ്ടത് എ ബി ആണെങ്കിൽ ശ്രദ്ധിച്ചോ, എ ബി കാണുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2r sin 180 - x ആയിരിക്കും. കാരണം ഇതെന്ത് ട്രയാങ്കിളാണ്? ഈ ട്രയാങ്കിളിന് പറയുന്ന പേരെടാ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്നാണ്. ഒബ്റ്റ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ആംഗിൾ എന്തായിരിക്കും? ബൃഹത്രികോണം അല്ലേ? ബൃഹത്രികോണം എന്ന് കേട്ടില്ല മക്കള്? ബൃഹത്രികോണം. ആ ആംഗിള് 90 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും ആ എക്സ് എന്നുള്ളത്. നമുക്ക് എവിടെയെങ്കിലും സൈനും കോസും ടാൻ്റെ വില 90 കൂടുതൽ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോ? അതില്ലാത്തത് കൊണ്ട് നമ്മൾ പണ്ട് പഠിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ നേരെ മുകളിൽ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഇതെന്തായിരിക്കും? 180 - x ആയിരിക്കും. ആ 180 - x വരുന്ന ആംഗിളിനും നേരെ ബാധകളുള്ളതാണ് ഏത്? എ ബി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് പറയുന്നത്? 2r sin 180 - x. ഇപ്പോൾ ഇതിപ്പോൾ 30 ആണെങ്കിൽ അല്ലെങ്കിൽ അതിപ്പോൾ ഒരു 50 ആണെങ്കിൽ നമ്മളെങ്ങനെ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ 2r sin 180 - 150 ആണെങ്കിൽ 180 - 150 30 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക.
ഇനി അടുത്തത് ഇത്രയാണെടാ നമ്മുടെ ഏത് ചാപ്റ്ററിൽ നമ്മുടെ ത്രികോണമിതി എന്ന് പറയുന്ന ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ്. അവസാനം നമുക്ക് മേൽക്കോണ് കീഴ്ക്കോണ് എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. ആ മേൽക്കോണിൻ്റെയും കീഴ്ക്കോണിൻ്റെയും ഭാഗം വളരെ കൃത്യമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തും. കാരണം അവിടെ നമുക്ക് ഇക്വേഷൻ അല്ല പഠിക്കേണ്ടത്, അവിടെ നമ്മൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടതാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണെടാ നമ്മുടെ എന്ത് ചെയ്യേണ്ടത് ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇക്വേഷൻസ് ഇതാണ്. ഇനി രണ്ടാമത് വരുന്ന ചാപ്റ്ററാണ് ഏത്? കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാൻ 4 ഇക്വേഷൻസ് ഉണ്ട്. 4 ഇക്വേഷൻസും ബേസ് ചെയ്യുന്ന ഏതിനെ മാത്രം? ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ്. 4 എന്താണ്? ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അതിൽ ഒന്നാമത്തെ ശ്രദ്ധിക്കുക, x1y x2y ഇങ്ങനെയാണ് 2 പോയിന്റ് എങ്കിൽ അവിടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ മോഡ് x1 - x2. ഇനി കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ ആ രണ്ട് കോണുകൾ ഉദാഹരണത്തിന് 2 3 4 3 ഇവിടെ ആർക്ക് മാത്രമേ ചേഞ്ച് ഉള്ളൂ? എക്സിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ, വൈക്ക് എന്തില്ല? ചേഞ്ച് ഇല്ല. നമ്മൾ മോഡ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ മൈൻഡിൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് തുല്യമായാൽ y തുല്യമായാൽ എക്സിലെ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ മൈനസ് ചെയ്താൽ മതി, നമുക്കിങ്ങനെ കിട്ടും. ഇനി രണ്ടാമത് നേരെ തിരിച്ച് xy1 അതേപോലെ xy2 ആർക്ക് ചേഞ്ച്? വൈക്ക് ചേഞ്ച്, എക്സിന് എന്തില്ല? ചേഞ്ച് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റൻസ് കാണാൻ മോഡ് y1 - y2 ഉദാഹരണത്തിന് 2 3 2 7 വലുതിന്ന് ചെറുത് കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടി? 4 യൂണിറ്റ്. ഇങ്ങനെയാണ് 2 ഇക്വേഷൻ അങ്ങനെയാണ് വരിക. ഇനി അടുത്ത 2 ഇക്വേഷൻ എങ്ങനെ വരും? നോക്കിക്കോ. അടുത്തത് നേരത്തെ ആദ്യത്തിൻ്റെ അകത്ത് ആർക്ക് ചേഞ്ച്? എക്സിന് ചേഞ്ച്. രണ്ടാമത്തിൻ്റെ അകത്ത് ആർക്ക് ചേഞ്ച്? വൈക്ക് ചേഞ്ച്. അടുത്തതിൽ രണ്ടിനും ചേഞ്ച്. മൂന്നാമത്തേൽ x1 y1 x2 y2 ആണെങ്കിൽ അവിടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇടാ. ശ്രദ്ധിച്ചോ, റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ 2 3 4 5 ആണെങ്കിൽ d = റൂട്ട് ഓഫ് 4 - 2 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 3 ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് ചെയ്യുക. 4 - 2 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 5 3 4 റൂട്ട് 8 എന്ന് കിട്ടും. ഇനി ഇവിടെ വരുന്ന നാലാമത്തെ ഇക്വേഷൻ ശ്രദ്ധിച്ചോളൂ. നാലാമത്തെ ഇക്വേഷൻ xy എന്ന് പറയുന്ന ഒരു പോയിന്റും 0 ആണെങ്കിൽ ശ്രദ്ധിച്ചോ, അവിടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് x² + y². അവിടെ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ സൂക്ഷിച്ചോ, x² + y². ഓക്കെ ആണോ? ഇത്രയാണടാ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ 3 4 ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3² + 4². ആൻസർ എന്ത് കിട്ടും? 5 കിട്ടും. ഇതൊക്കെ യൂണിറ്റിലാണ് പറയുക. ഓക്കെ, ഇതാണടാ രണ്ടാമത്തെ, അതായത് നമ്മുടെ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ് സൂചക സംഖ്യകൾ പഠിക്കാനുള്ള 4 ഇക്വേഷൻസ്. ഓക്കെ, ഇനി അടുത്തത് ടാൻജൻസ് ആണ്. ടാൻജൻസിൽ നമുക്ക് പഠിക്കാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്ന ആകെ 2 എണ്ണേ ഉള്ളൂ. 2 ഇക്വേഷനെ പഠിക്കാനുള്ളൂ. ഒന്ന് പ്രധാനപ്പെട്ട ആൾ, റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ, അന്തർവൃത്ത ആരം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറയുന്ന ഇക്വേഷൻ. അതായത് r = a/s നിർബന്ധമാണ്, പഠിക്കണം. കാരണം ഇത് വെച്ചിട്ട് 4 മാർക്കിനോ 3 മാർക്കിനോ ഒരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. r = എന്താണ്? a/s. എന്ന ഫോം വരും. r a/s എന്ന് വരും. ഇനി ഇതിൽ നമ്മൾ നമുക്ക് എന്ത് ചെയ്യാം? r a/s. ഇവിടെ a എന്ന് പറയുന്നത് അതുകൂടി നമ്മൾ പഠിക്കണം. a എന്ന് പറയുന്നത്, s എന്ന് പറയുന്നത് എന്താണ്? s എന്ന് പറയുന്നത് a + b + c/2. എന്താണ് ഈ എയും ബിയും സിയും എന്നൊക്കെ പറയുന്നത്? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളാണ് a b c.
ത്രികോണത്തിൻ്റെ 3 വശങ്ങളാണ് ABC. അങ്ങനെയാണെങ്കിൽ എസ്സിന് നമ്മൾ സെമി പെരിമീറ്റർ എന്നാണ് പറയുക. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവിൻ്റെ പകുതി അതാണ് എസ്. അപ്പോൾ എ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ. എസ് ഇൻറ്റു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇങ്ങനെ വരും. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഈ ഫോമിൽ വരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹെറോൺസ് ഫോർമുല എന്നാണ്. ഹെറോൺസിന്റെ ഫോർമുല, ഹെറോൺസ് കണ്ടുപിടിച്ച ഫോർമുല. ആ ടൈപ്പില് എ കാണാൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത്രയാണടാ നമുക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൽ എല്ലാം ഉണ്ട്. ഇക്വേഷൻ ആകെ നമുക്കിത് മാത്രമേ പഠിക്കാനുള്ളൂ. ആർ ഈസ് ഈക്വൽ ടു ഏത് എ ബൈ എസ്. അന്തർവൃത്ത ആരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു എ ബൈ എസ്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ എ ഈക്വൽ ടു ആർ ഇൻറ്റു എസ് എന്നും പറയാം. എ ഈക്വൽ ടു എന്താണ്? ആർ ഇൻറ്റു എസ് ആണ് എന്നും പറയാം. ഇതാണ് തൊടുവരയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, തൊടുവരയിൽ ഇത്രയാണുള്ളത്. ഇനി പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും ഇതേപോലെ തന്നെ ഒറ്റ ഇക്വേഷൻ. നമ്മുടെ പ്രധാനപ്പെട്ട ഇക്വേഷൻ ആരായിരുന്നു? ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ, ഒരു രണ്ടാംകൃതി സമവാക്യം AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ആണെങ്കിൽ, AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരിക? എക്സ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A. ഇവിടെ ബിയും എയും സിയും എന്താണ്? ബിയും എയും സിയും എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് എ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ബി, സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ആണ്, പൊതു രൂപം. ഇതാണ് ആ പൊതുരൂപത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A. കൃത്യമായിട്ട് പഠിച്ചോളുക. 4 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ഒരു ചോദ്യം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാവും. ഓക്കെ, മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? അടുത്തത് ചെയ്യേണ്ടത് സർക്കിൾ ആൻഡ് ലൈൻസിൻ്റെ അകത്ത് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. സർക്കിൾ ആൻഡ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് നമുക്ക് എന്തെല്ലാം പഠിക്കാനുണ്ട്? ഓക്കെ, ഇവിടെ നോക്കുക സർക്കിൾ ആൻഡ് ലൈൻസിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇക്വേഷൻ പഠിക്കാനുണ്ട്. എത്ര ഇക്വേഷൻ പഠിക്കാനുണ്ട്? 4 ഇക്വേഷൻ പഠിക്കാനുണ്ട്. പ്രധാനമായിട്ടുള്ള 4 വരെ നമുക്ക് പഠിക്കാം. ഓക്കെ, അതിലൊന്നാമത്തെ ഇതാണ്. ഇവിടെ നിങ്ങൾക്കൊരു സർക്കിൾ കാണാം. നമ്മുടെ ഫസ്റ്റ് ഫിഗറിൻ്റെ അകത്ത് നമുക്കൊരു സർക്കിൾ കാണാം. ആ സർക്കിളിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നു. ആ കട്ട് ചെയ്ത രണ്ടും ഇവിടെ എ ബിയും സി ഡിയും എന്താണ്? എ ബിയും സി ഡിയും ഞാണുകളാണ്, കോഡാണ്. അങ്ങനെ കോഡാണെങ്കിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD ആയിരിക്കും. PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്ക് 2 ചിത്രങ്ങൾ പഠിക്കാനുണ്ട്. അത് നമുക്ക് ചിത്രങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറയാം. ഇവിടെ PA ഇൻറ്റു PB ഈക്വൽ ടു എന്താണ്? PC ഇൻറ്റു PD ആണ്. ഇതെന്താ എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം PA നമുക്ക് ഒരളവും PB നമുക്ക് ഒരളവും തരും, PCൻ്റെ ഒരളവും തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് PD എന്ത് ചെയ്യാം? അതിനെ വെച്ച് കണ്ടുപിടിക്കാം. PD കണ്ടുപിടിച്ചാൽ നമുക്ക് ABൻ്റെയും CDൻ്റെയും അളവുകൾ കിട്ടും. അതേപോലെ രണ്ടാമത്തേൻ്റെ അകത്ത് എ ബി എന്ന് പറയുന്നത് വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതാണ്. അതായത് അതൊരു വ്യാസമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ വരുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. PA ഇൻറ്റു PB സമം PC സ്ക്വയർ ആയിരിക്കും. കാരണം പിയിൽ നിന്ന് സിയിലേക്കും പിന്നെ നേരെ താഴോട്ടുള്ള ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നേരത്തെ അതിനോട് തന്നെ PC ഇൻറ്റു PD. ആ PD എന്ന് പറയുന്ന PCൻ്റെ അതേ അളവായതുകൊണ്ട് PA ഇൻറ്റു PB സമം എന്തായിട്ട് മാറും? PC സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ 2 ഇക്വേഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? PCൻ്റെ അളവ് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതേപോലെ അത് വെച്ചിട്ട് ചിത്രം വരയ്ക്കാനുള്ള ചോദ്യവും നമുക്ക് എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് ചോദിക്കും. ചിത്രം വരയ്ക്കാനുള്ള ചോദ്യങ്ങളും കൂടി എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്തത് നോക്കിക്കോ. ഇങ്ങനെയാണ് ഒരു ചിത്രമെങ്കിൽ
ഇങ്ങനെയാണ് ഒരു ചിത്രമെങ്കിൽ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? വൃത്തത്തിൻ്റെ ആരം തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിട്ടുണ്ട്, അതായത് ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് റേഡിയസ് ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ചെറിയ ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നു. അങ്ങനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ കോഡ് PXPY, അതായത് XY എന്ന് പറയുന്ന കോഡ്, ഈ XY എന്ന് പറയുന്ന കോഡ് കണ്ടുപിടിക്കാൻ, അവിടെ സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടുപിടിക്കാൻ PX × PY = എന്ത് ചെയ്താൽ മതി? നമ്മുടെ വൃത്തത്തിൻ്റെ ആരത്തിൻ്റെ സ്ക്വയറിൽ നിന്ന് അവിടെ ബാക്കി വരുന്ന D എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. അതെങ്ങനെയാണ് വരുന്നത് നോക്കിക്കോളെ. അതെങ്ങനെയാണ് ശരിക്കും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാക്കി ഒരു ഡിസ്റ്റൻസ് കൂടി ഉണ്ടാവും. ആ ബാക്കി വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R-D ആയിരിക്കും. ബാക്കി വരുന്ന ഡിസ്റ്റൻസ് R-D ആയിരിക്കും. കാരണം എന്താ? വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഇവിടെ നിന്ന് വരെ, അതായത് ഈ എൻഡ് വരെ D അത്രയാടാ 6 വരിക. അതിൻ്റെ അകത്ത് ഈ D ഒഴിവാക്കിയതാണത്. അപ്പോൾ നേരത്തെ ഇക്വേഷൻ വെച്ചിട്ട് എന്താവും? PX × PY എങ്ങനെ വരും? ഇവിടെ R+D × R-D എന്നാണ് വരിക. ദാറ്റ് ഈസ് PX × PY = R² - D². അങ്ങനെയാണടാ നമ്മുടെ ഇക്വേഷൻ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ PX × PY, ഈ ചിത്രം ഓർത്ത് വെച്ചോളെ. ഈ ചിത്രം വെച്ചിട്ടുള്ള പ്രോബ്ലം വരും. അങ്ങനെ വരുന്ന പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് ഏത്? PX × PY = R² - D². ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കുക. PA × PB = PC × PD. നോക്ക്, വീണ്ടും അതേ ഇക്വേഷൻ. എങ്ങനെ വരുമ്പോൾ പുറത്ത് നിന്നുള്ള ഒരു ബിന്ദുവിൽ നിന്ന് നമ്മൾ വൃത്തത്തിൻ്റെ ഉള്ളിലേക്ക് 2 വരകൾ വരയ്ക്കുന്നു. അപ്പോൾ അവിടെ 2 കോഡുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും എന്താ വെച്ചാൽ വൃത്തത്തിലെ 2 കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിക്കുന്നു. വൃത്തത്തിലെ 2 കോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ അവിടെ PA × PB = എന്തായിട്ട് മാറും? PC × PD എന്ന ഫോമിലേക്ക് വരും. പ്രോബ്ലം ചോദിക്കും. അതേപോലെ PX × PY, ഇപ്പം കണ്ടോ ഈ ചിത്രത്തിൻ്റെ അകത്ത് ഇവിടുന്ന് ഇവിടം വരെ എൻഡ് ചെയ്യുന്നത് ഇപ്പോൾ C ആണെന്ന് ചോദിച്ചോ. PC എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ വ്യാസത്തിനെ വലുതാക്കിയതാകുമ്പോൾ ഇവിടെ മുതൽ P മുതൽ വൃത്തത്തിൻ്റെ കേന്ദ്രം വരെയുള്ള അകലം D ആണ്. അതേപോലെ ബാക്കി അങ്ങോട്ടുള്ളത് R² ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞാൽ PX × PY = D² - R². ആ അകലം കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ 2 ഇക്വേഷനും ഇനി അതിൻ്റെ തന്നെ കൂടെ വരുന്ന മറ്റൊരു സാധനം. ഇപ്പോൾ ഇവിടെ 2 കേസിൻ്റെ അകത്തും നോക്കുക. ആദ്യത്തെ കേസിൻ്റെ അകത്ത് വൃത്തം പോകുന്നത് വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ആ വര പോകുന്നത്. അങ്ങനെ വരുമ്പോൾ D² - R² എന്നുള്ളത് എന്തായിട്ട് മാറും? PT² ആയിരിക്കും. ആ T ആണെങ്കിൽ PT² എന്ന ഫോം വരും. അതേപോലെ ഇവിടെ ഇപ്പോൾ വൃത്ത കേന്ദ്രത്തിലൂടെ ആവണമെന്നില്ല. PA × PB = എന്തായിട്ട് മാറും? PC² ആയിട്ട് മാറും. അപ്പോൾ ഇത്രയാണടാ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് ഇക്വേഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ RMS ബാച്ചിനെ കൂടി എന്ത് ചെയ്യുക? നമ്മൾ ഇക്കാര്യത്തിൽ പറയുക കൃത്യമായിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് പുറമെ നമ്മുടെ ആപ്പിൻ്റെ അകത്ത് RMS ബാച്ചിൽ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിനെയും ലെവൽ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ ലെവലും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന ലെവലിൽ അതായത് കണ്ടമാനം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ അതായത് MRQ മോസ്റ്റ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ, MUQ മോസ്റ്റ് യുണീക്ക് ക്വസ്റ്റ്യൻ, MEQ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും, അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നമ്മുടെ ആപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യേണ്ടതാ? നമ്മുടെ ആപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ സാറിൻ്റെ ഇൻസ്റ്റഗ്രാം വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. നമ്മുടെ ആപ്പിലൂടെ എന്ന് പറയുമ്പോൾ ആപ്പിലൂടെ പഠിച്ചു കഴിയുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും അത്രയും എന്തുണ്ട്? കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തും. ഓക്കെ, കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ട ഇക്വേഷൻസ് കംപ്ലീറ്റ് മക്കളെ ഇതിൻ്റെ അകത്തുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രിഗ്നോമെട്രീൻ്റെ അകത്തുള്ള ഈ ആംഗിൾ ഓഫ് എലവേഷൻ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം നമ്മൾ സ്പെഷ്യലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. അതേപോലെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എങ്ങനെയാണ് എത്ര ടൈപ്പ് ചിത്രങ്ങളുണ്ട്, അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. അതും നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തിലേക്ക് എന്ത് ചെയ്യും? ആ ചിത്രങ്ങളും എത്തും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മക്കളെ നമ്മുടെ ഇക്വേഷൻസ് പഠിക്കാനുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോന്നിൻ്റെയും ഐഡിയയും ആ ഇക്വേഷൻസ് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ് ആകും വരെ മക്കളെ നല്ല രീതിക്ക് പഠിക്കുക. താങ്ക് യു.